ഹലോ എവരിവൺ, ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രശസ്ത കവിയായ W.H. ഓടൻ്റെ റെഫ്യൂജി ബ്ലൂസ് എന്ന പോയത്തിൻ്റെ എക്കണോമിക് കോണ്ടസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറിച്ച് നോക്കാം. വെസ്റ്റൺ ഹ്യൂജ് ഓഡൻ വാസ് ബോൺ ഇൻ 1907 in New York as the son of George Augustus Auden, a doctor, and a Constance Rosalia Auden, a missionary nurse. അതായത് മിഷണറി നഴ്സായ റോസാലിയ ഓഡൻ്റെയും ഡോക്ടറായ ജോർജ് അഗസ്റ്റിൻ ഓഡൻ്റെ മകനായിട്ട് 1907 ന്യൂയോർക്കിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. He was raised in the West Midlands of Northern England, whose industrial cities remained an important poetic landscape throughout his career. വടക്കൻ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിഡ്ലാൻഡാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിൻ്റെ വ്യാവസായിക നഗരങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാന ലാൻഡ്സ്കേപ്പായിട്ട് തുടർന്നു. അത് അദ്ദേഹത്തിൻ്റെ കവിതയിലെ പ്രധാനപ്പെട്ട ലാൻഡ്സ്കേപ്പായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയൽ സിറ്റീസ് അദ്ദേഹം ഉൾപ്പെടുത്തിയെന്നാണ് പറയുന്നത്. During the course of his graduation in English at Oxford, he was influenced by the poetry of T.S. Eliot, one of the icons of modernist poetry then, and started his illustrious literary career in 1930. ഓക്സ്ഫോർഡിൽ ഇംഗ്ലീഷ് ബിരുദം അദ്ദേഹം നേടിയപ്പോൾ മോഡേണിസ്റ്റ് കവിതയുടെ പ്രതിഭ രൂപങ്ങൾ, അതായത് മോഡേണിസ്റ്റ് കവിതകളുടെ പ്രതിഭ രൂപങ്ങളൊന്നായ T.S. എലിയറ്റെ അദ്ദേഹം വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അങ്ങനെ 1930 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ പടുത്തുയർത്താൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പോയത്തെ കുറിച്ച് നോക്കാം. This poem was written in 1939. 1939 ഈ കവിത എഴുതിയിട്ടുള്ളത്. The poem describes the condition of Jewish refugees during the period of Nazi Germany. അതായത് നാസി ജർമ്മനി കാലഘട്ടത്തിൽ ജൂത അഭയാർത്ഥികളുടെ അവസ്ഥയെക്കുറിച്ചാണ് കവിത വിവരിക്കുന്നത്. അവർ എങ്ങനെയാണ് ശത്രുത പുലർത്തുന്നത്, വിവേചനം നേരിട്ടതൊക്കെ, ശത്രുതയൊക്കെ എങ്ങനെ പുലർത്തിയിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു കവിതയാണ് റെഫ്യൂജി ബ്ലൂസ്, W.H. ഓഡൻ്റെ റെഫ്യൂജി ബ്ലൂസ് എന്ന കവിത. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ എക്കണോമിക് കോണ്ടസ്റ്റിനെ കുറിച്ച് പരിശോധിക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻഡിൽ തന്നെ അദ്ദേഹം ഒരു എക്കണോമിക് കോണ്ടസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ സ്റ്റാൻഡിൽ പറയുന്നു, സേ ദിസ് സിറ്റി ഹാസ് 10 million souls. അതായത് ആ സിറ്റി എത്രത്തോളം വലുതാണ് എന്നാണ് അദ്ദേഹം ഈ വരിയിൽ സൂചിപ്പിക്കുന്നത്. ദ ഫസ്റ്റ് 10 million ഷോസ് ഹൗ ഹ്യൂജ് ദ സിറ്റി ഈസ്. അതായത് ആ സിറ്റി എത്രത്തോളം വലുതാണ് എന്നാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ആദ്യത്തെ സ്റ്റാൻഡിൽ രണ്ടാമത്തെ വരിയിൽ പറയുന്നു, സം ആർ ലിവിങ് ഇൻ മാൻഷൻസ്, സം ആർ ലിവിങ് ഇൻ ഹോൾസ്. അതായത് ഇതിൽ നമ്മൾ വ്യക്തമായൊരു എക്കണോമിക് കോണ്ടസ്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇതിൽ അദ്ദേഹം വളരെ പ്രതിപാദിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, കുറച്ച് ആളുകൾ മാളികൾ ജീവിക്കുമ്പോൾ കുറച്ച് ആളുകൾ വെറും മാളങ്ങളിലാണ് ജീവിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ നേരിടുന്ന പാവപ്പെട്ട ആളുകൾ എത്രത്തോളം വിവേചനം നേരിട്ടു, എത്രത്തോളം ചൂഷിതരായി എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എത്രത്തോളം സാമ്പത്തികമായി അവർ അന്തരം കാണിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇതിൽ പിന്നെ നമുക്ക് നാലാമത്തെ സ്റ്റാൻസ് നോക്കാം. അദ്ദേഹം ഇതിൽ പറയുന്നത്, ദ കൺസൽ ബാങ്ക് ദ ടേബിൾ ആൻഡ് സെഡ്. അതായത് അദ്ദേഹം ടേബിളിൽ ഇരുന്നു കൊണ്ട് കൺസോൾ ഉച്ചത്തിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഇഫ് യു ഹാവ് ഗോട്ട് നോട്ട് പാസ്പോർട്ട് യു ആർ ഒഫീഷ്യൽ ഡെത്ത്. അതായത് നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ ഔദ്യോഗികമായി മരിച്ചു എന്നാണ് പറയുന്നത്. അതായത് പാവപ്പെട്ടവരുമായുള്ള അന്തരം വളരെയധികം എടുത്തു കാണിക്കുന്ന ഒരു വരിയാണ് ഇതിൽ പറയുന്നത്. അതായത് പാവപ്പെട്ടവരെ എത്രത്തോളം ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് പാസ്പോർട്ടിൽ നിങ്ങൾ വെറും അഭയാർത്ഥികളാണ്, അഥവാ നിങ്ങൾ മരിച്ചവരായിട്ടാണ്, നിങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല എന്നാണ് അദ്ദേഹം ഈ വരി കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ അടുത്ത വരിയിലൂടെ കവി പറയുന്നത്, ബട്ട് വി ആർ സ്റ്റിൽ അലൈവ് മൈ ഡിയർ, ബട്ട് വി ആർ സ്റ്റിൽ അലൈവ്. അതായത് പക്ഷേ ഒഫീഷ്യലായിട്ടും അവർ മരിച്ചു എന്ന മുദ്ര കുത്തിയെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. മൈ ഡിയർ ബട്ട് പ്രിയതമേ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഷോസ് ദ കൺഫ്യൂഷൻ ബൈ ദ കപ്പിൾ ആസ് ദേ ആർ നോട്ട് ആക്ച്വലി ഡെഡ്. അതായത് അവർ മരിച്ചുള്ളൂ എന്നൊരു ആശയക്കുറിപ്പ്, അതായത് എത്രത്തോളം അന്തരം കാണിക്കുന്നു എന്ന വരികളാണ് എന്ന സൂചനയാണ് ഈ വരികളുടെ W.H. ഓഡൻ നമുക്ക് തരുന്നത്. നമുക്ക് ഏഴാമത്തെ സ്റ്റാൻഡ് ഒന്ന് പരിശോധിക്കാം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, thought he heard the thunder rumbling in the sky. അതായത് ആകാശത്ത് ഒരു ഇടിമുഴക്കം കേട്ടതായി ഞാൻ വിചാരിച്ചു എന്നാണ് കവി പറയുന്നത്. ഈ വരികൾ ഉദ്ദേശിക്കുന്നതാണ് the use of the word thunder to create a threatening atmosphere. അതായത് ഭീഷണിപ്പെടുന്ന ഒരു സ്വരം എന്നാണ് ഇടി കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് ഭീഷണിപ്പെടുത്തുക, തങ്ങളെ പേടിപ്പിച്ചു നിർത്തുക എന്നൊരു അർത്ഥമാണ് അദ്ദേഹം thundering എന്നുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. The word rumbling emphasizes the power of the threat. അതായത് റംബ്ലിംഗ് എന്ന വാക്ക്
റംബ്ലിംഗ് എന്ന വേർഡ് അദ്ദേഹം ആകാശത്തുള്ള റംബ്ലിംഗ് എന്ന വാക്ക് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് എത്രത്തോളം ആ ഭീഷണിക്ക് എത്രത്തോളം ശക്തി ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പാവപ്പെട്ടവരെ എത്രത്തോളം ചൂഷണം ചെയ്യുന്നു, എത്ര അന്തരം സൃഷ്ടിക്കുന്നു, അവർക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് കവി ഈ ലൈനിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് 9ാമത്തെ സ്റ്റാൻസ് ഒന്ന് പരിശോധിക്കാം. ഇതിൽ പറയുന്നത് went down to the harbour and slid upon the quay, so the fish swimming as if they were free. അതായത് ഈ ലൈനിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തുറമുഖത്തെ ഇറങ്ങിയ മത്സ്യത്തൊഴിലാളികൾ സ്വതന്ത്രരാണെന്ന മട്ടിൽ നീങ്ങി. അതായത് തുറമുഖത്തേക്ക് ആളുകൾ ഇറങ്ങിയത് അവർ സ്വതന്ത്രരാണ് എന്ന രീതിയിലാണ് അവർ തുറമുഖത്തേക്ക് ഇറങ്ങിയത്. അതായത് ഇറ്റ് ഷോസ് ഓൺ സെക്കൻഡ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ കപ്പിൾസ് ആൻഡ് നാച്ചർ ആസ് ദ ഫിഷ് ആർ സ്വിമ്മിങ് സോ ഫ്രീലി ആൻഡ് ആർ ഏബിൾ ടു ഗോ എനി പ്ലേസ് ദേ വിഷ്. അതായത് മത്സ്യങ്ങൾ എവിടേക്കും വെള്ളത്തിൽ എവിടേക്കും നീങ്ങുന്നതുകൊണ്ട് സ്വതന്ത്രരാണെന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ എന്നാൽ മത്സ്യം വളരെ സ്വതന്ത്രമായി നീങ്ങുന്ന അവർക്ക് ഏത് സ്ഥലത്തും പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ ഇതിൽ കൂടി സൂചിപ്പിക്കുക വെച്ചാൽ പാവപ്പെട്ടവരും പിന്നെ അതുപോലെ അതായത് ഈ ആളുകളും പ്രകൃതിയും എത്രത്തോളം വ്യത്യാസം കാണിക്കുന്നു എന്നാണ് ഈ ലൈനിലൂടെ സൂചിപ്പിക്കുന്നത്. പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായി തന്നെ ജീവിക്കണം, എക്കണോമിക്കലി താഴെ നിൽക്കുന്ന ആളുകൾ അതുപോലെ ജീവിക്കണം എന്നതും മറ്റുള്ളവർക്ക് എങ്ങനെയും ജീവിക്കാം എന്നാണ് ഈ ലൈനിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ ശേഷം അവർ വിശ്വസിക്കുന്നത് മത്സ്യം സ്വതന്ത്രമായി കാണപ്പെടുമെങ്കിലും അവ യഥാർത്ഥത്തിലല്ലെന്നാണ് ഇവർ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്. അതായത് മത്സ്യങ്ങളും തങ്ങളെപ്പോലെ ആണ് എന്നാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. അവരുടെ ജീവിത രീതിക്കനുസരിച്ചാണ് അവർ അങ്ങനെ വിശ്വസിക്കാൻ പ്രേരിക്കപ്പെടുകയാണ് ഈ ലൈനിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹം ആ സ്റ്റാൻഡിൽ തന്നെ പറഞ്ഞു only 10 feet away my dear, only 10 feet away. വെറും 10 അടികൾ മാത്രമാണുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറും 10 അടികൾ മാത്രം. അതായത് ഈ ലൈനിനോട് സൂചിപ്പിക്കുന്നത് ഷോ ഹൗ ഫ്രസ്ട്രേറ്റിംഗ് ഇറ്റ്സ് ആൻഡ് ദ സെൻസ് ഓഫ് ഫ്രീഡം സീസ് ക്ലോസ് ഇറ്റ്സ് ഓർ. അതായത് അവർ സ്വാതന്ത്ര്യബോധം ഇതുവരെ അടുത്തിരിക്കുന്നാൽ ഇത് എത്രമാത്രം നിരാശ അവർ ഉൾക്കൊള്ളുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യം എത്രത്തോളം അടുത്തെത്തിക്കൊണ്ടും അവരിൽ എത്രത്തോളം നിരാശാജനകമാണ് ഇത് എന്നാണ് കവി ഈ ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ അവസാനമായി അദ്ദേഹം 12ാമത്തെ സ്റ്റാൻസിൽ പറയുന്നു stood on a great plain in the falling snow. അതായത് മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ ഒരു വലിയൊരു സമതല പ്രതലത്തിൽ കയറി നിൽക്കുക എന്നാണ് പറയുന്നത്. ഈ വരികളുടെ ഉദ്ദേശം gives an image of coldness and death. അതായത് ഒരു തണുപ്പിൻ്റെയും ഒരു മരണത്തിൻ്റെയും വളരെ ദുഷ്കരമായൊരു രീതിയിൽ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ഇമേജാണ്, ഒരു ചിത്രമാണ് അദ്ദേഹം ഈ വരിയിൽ നൽകുന്നത്. ബട്ട് ഓൾസോ ഓഫ് സർവൈവൽ ഇൻ ചാലഞ്ചിങ് സിറ്റുവേഷൻ. അതായത് അവയെ അതിജീവിക്കുകയും അതുപോലെ അവരോട് പൊരുതുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചും അദ്ദേഹം ലൈനിലൂടെ വിവരിക്കുന്നു. അതായത് എത്രത്തോളം പാവപ്പെട്ടവർ എത്രത്തോളം സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ വലിയ രീതിയിൽ ജീവിക്കുന്നു, പാവപ്പെട്ട എത്രത്തോളം ഇത്തരത്തിൽ തൻ്റെ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇത് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൽ പറയുന്നു 10,000 സോൾജേഴ്സ് മാർച്ചിങ് ടു ആൻഡ് ഫ്രോം. അതായത് 10,000 ആളുകൾ സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും അണിനിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് അണിനിരക്കുന്നതാണ് ഈ വരുന്നത്. അതായത് here the writer use hyperbole to show the immense number of soldiers after them and how they are outnumbered. അതായത് ഇവിടെ കവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം സൈനികരുണ്ട് എന്നാണ്. അതായത് ഇവരുടെ നേരെ എത്രത്തോളം സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും നിലകൊള്ളുന്നു എന്നാണ് ഈ വരി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കൊരു എക്കണോമിക് ഉണ്ട്, ഒരു സാമ്പത്തികമായൊരു വിവേചനത്തെക്കുറിച്ച്, അത് പാവപ്പെട്ടവർക്ക് നേരെ മാത്രമാണ് ഇവർ ഇത്തരത്തിലുള്ള ഇത് ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ കവിതയിൽ അദ്ദേഹം എക്കണോമിക് കോണ്ടസ്റ്റിനെ കുറിച്ച് പ്രധാനമായും പ്രതിപാദിക്കുന്നത് ആദ്യത്തെ ലൈൻ മുതൽ പാവപ്പെട്ടവരും പണക്കാരും അദ്ദേഹം മൊത്തത്തിൽ ഈ കവിതയിൽ പറയുന്ന എക്കണോമിക് കോണ്ടസ്റ്റുകൾ പണക്കാർ വലിയ മാളികൾ താമസിക്കുകയും അവർക്ക് ആവശ്യമായ രീതിയിൽ ജീവിക്കുകയും വളരെ സ്വതന്ത്രമായി ജീവിക്കുകയും ചെയ്യുന്നു. അവർക്ക് ആവശ്യമായ ഫുഡ്, ഷെൽട്ടർ മുതലായ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ട്. എന്നാൽ പാവപ്പെട്ടവരുടെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അവർ ഹോളിലാണ്, ചെറിയ ഹോളുകളിലാണ് ജീവിക്കുന്നത്. അവർക്ക് താമസിക്കാൻ സ്ഥലങ്ങളോ ഷെൽട്ടറോ ഫുഡോ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. മാത്രമല്ല അവർ ഈ പാവപ്പെട്ട എത്രത്തോളം ഗവൺമെൻറ്റിൽ നിന്നും അവരുടെ രാജ്യത്തിൽ നിന്നും നേതാക്കളിൽ നിന്നും വിവേചനം എത്രത്തോളം അവരിൽ നേരിടും എന്നതിനെക്കുറിച്ചും മൊത്തത്തിലുള്ള അവതരണമായി കവി ഈ കവിതയിൽ സൂചിപ്പിക്കുന്നതാണ്. ഇതുവരെ പറയുന്നതെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.